ഗായ്സ് വെൽക്കം ബാക്ക് മച്ചാമാരെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗായ്സ്. അപ്പോൾ നമ്മുടെ കോയിൻ ഗീവ് അതുപോലെ തന്നെ നമ്മുടെ റൂമിയുടെ അക്കൗണ്ട് ഗീവ് ഒക്കെ ഓൺടെ വേണം. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ ചാനൽ ആദ്യമായി കാണാൻ ഉറപ്പായിട്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക മച്ചാമാരെ. അപ്പോൾ ഗായ്സ് ഇന്ന് രാത്രി നമ്മൾ ഉറപ്പായിട്ട് 8 മണിയാകുമ്പോൾ ലൈവ് ഉണ്ടാകും. കോ മാച്ച് ആയാലും ഫ്രണ്ട്ലി മാച്ച് ആയാലും റാങ്ക് പുഷ് ആയാലും എല്ലാം സെറ്റാക്കാം. അതേപോലെ മച്ചാമാരെ ഇന്ന് നമ്മൾ ആരും പ്രതീക്ഷിക്കേണ്ടതാണ് പെട്ടെന്നൊരു എപ്പിക് പാക്കുകൾ പ്രത്യക്ഷപ്പെട്ട നമ്മുടെ സിഡോർഫിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ മാൾട്ടിനെയും ലിലിയൻ തുറാവും വന്നിട്ടുണ്ട്. അതും ഇറ്റാലിയൻ ഗാർഡിയൻസിൻ്റെ ഒരു കിടിലൻ പാക്കാണ്. ഓൾറെഡി ഇത് അന്ന് വന്ന ടൈമിൽ കുറേ പേർക്കൊന്നും എടുക്കാൻ കഴിയില്ല. അപ്പോൾ മച്ചാമാരെ ഓൾറെഡി ഇപ്രാവശ്യം നമുക്ക് ഫ്രീ ട്രൈയും കൂടി ഉണ്ട്. അപ്പോൾ ഗൈസ് ഇന്ന് സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ട്രൈ തന്നെ നമുക്ക് ഓൾറെഡി മച്ചാമാരെ ഇതാ ഇവിടെ എപ്പിക്ക് അടിച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക. കാരണം എനിക്ക് ഡെന്നിസ്റ്റിലും അടിച്ച അതേ ട്രിക്ക് തന്നെയാണ് ഞാൻ ഓൾറെഡി ഒന്നുകൂടെ ചെയ്ത് നോക്കിയാണ്. അപ്പം അത് മൂന്നാം നമ്പർ നമ്മുടെ മാൾട്ടിനെ ഇട്ട് ഡിഫൻസ് ഒക്കെ പൊളിക്കും ഗൈസ്. അപ്പോൾ എന്തായാലും മച്ചാമാരെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ട് ഒരു ഇപ്പം നമുക്കറിയാം എല്ലാവരും കോയിൻ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്തായാലും പെട്ടെന്ന് തന്നെ കോയിൻ ഗീവ് സെറ്റ് ആക്കാം. അപ്പോൾ ഗൈസ് നിങ്ങൾ എല്ലാവരും എന്താ പറയുക ഒരു കൂടിപ്പോയി ഒരു 100-200 മാത്രം ഇട്ടാൽ മതി. അതിൽ കൂടുതൽ കോയിൻ ഒന്നും ഇടണ്ട. കാരണം ഓൾറെഡി എന്താ പറയുക അത്ര കോയിൻ മാത്രം ഇട്ടാൽ മതി. ഫ്രീ ട്രൈ ഉണ്ടല്ലോ. അപ്പോൾ ഒരു 2 കോയിൻ മതി, അതായത് 200 കോയിൻ മാത്രം മതി. അപ്പോൾ ഓൾറെഡി നമ്മുടെ ഈ ഒരു അക്കൗണ്ട് കിട്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ മച്ചാമാരെ ഓൾറെഡി നിങ്ങളും ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം ഗൈസ്. അപ്പോൾ ആദ്യം തന്നെ എന്താ വെച്ചാൽ നമ്മൾ ഓൾറെഡി പാക്കിനുള്ളിലോട്ട് പോയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഒരു വട്ടം റൊട്ടേറ്റ് ചെയ്തു, രണ്ടാമത്തെ വട്ടം റൊട്ടേറ്റ് ചെയ്തു. അതിനുശേഷം സിഡോർഫൊക്കെ സീനാണ്. മൂന്നാമത്തെ വട്ടം റൊട്ടേറ്റ് ചെയ്തു, 4 റൊട്ടേറ്റ് ചെയ്തു, ബാക്ക് ഇറങ്ങി. ലിമിറ്റഡ് ഡ്രോ 150 തന്നെയാണ്. ഫ്രീ എടുത്തു, ക്യാൻസൽ ചെയ്തു, പിന്നെയും ക്യാൻസൽ ചെയ്തു, രണ്ടാമത്തെ പ്രാവശ്യം, മൂന്നാമത്തെ പ്രാവശ്യം ക്യാൻസൽ ചെയ്തു, നാലാമത്തെ പ്രാവശ്യം ക്യാൻസൽ ചെയ്തു. ഡീറ്റെയിൽസ് എടുക്കുന്നു ഇറ്റാലിയൻ ടീംസിന്റെ. അതിനുശേഷം വീണ്ടും നമ്മൾ മാൾഡിനി എടുക്കുന്നു, റൊട്ടേറ്റ് ചെയ്യുന്നു 2 വട്ടം 3 വട്ടം. പിന്നെ നമ്മൾ ഡിഫൻസീവ് ഫുൾ ബാക്ക് ആണ്. 104-105 വരെ ഏകദേശം കയറുന്ന ഒരു കാർഡ് തന്നെയാണ് ഗൈസ്. ഇത് അത്യാവശ്യം നല്ലൊരു കാർഡ് തന്നെയാണ്. നമ്മൾ സ്റ്റാറ്റസും കാര്യങ്ങളെല്ലാം നോക്കുന്നു, വെയിറ്റഡ് പാസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അത്യാവശ്യം നല്ലൊരു കാർഡാണ്. വീണ്ടും നമ്മൾ ക്യാൻസൽ ചെയ്യുന്നു, രണ്ടാമത്തെ വട്ടം ക്യാൻസൽ ചെയ്യുന്നു, വീണ്ടും മാൾഡിനെ എടുക്കുന്നു, റൊട്ടേറ്റ് ചെയ്യുന്നു 2 വട്ടം. ഇന്ന് പിന്നെ വേറെ നമ്മുടെ ബിഗ് ടൈം കാർഡുകളും വന്നിട്ടുണ്ട്. മാൾഡിനെ എടുക്കുന്നു, റൊട്ടേറ്റ് ചെയ്യുന്നു, കളയുന്നു, വീണ്ടും ബാക്കോട്ട് ഇറങ്ങുന്നു, മാൾഡിനെ എടുക്കുന്നു, കളയുന്നു. 96 ഓക്കെ 100. അപ്പോൾ മാൾഡിനെ എടുക്കുന്നു, വീണ്ടും കളയുന്നു. 6 ദിവസം കൂടി ഇനി ബാക്കിയായിട്ട് ക്യാൻസൽ ചെയ്യുന്നു. രണ്ടാമത്തെ വട്ടം ക്യാൻസൽ ചെയ്യുന്നു, മൂന്നാമത്തെ വട്ടം ക്യാൻസൽ ചെയ്യുന്നു, നാലാമത്തെ വട്ടം നമ്മൾ മെല്ലെ ക്യാൻസൽ ചെയ്യുന്നു. ഡീറ്റെയിൽസ് എടുക്കുന്നു, ഇറ്റാലിയൻ ഗാർഡിയൻസ് എടുക്കുന്നു ഗൈസ്. ഓൾറെഡി നമുക്ക് സെക്കൻഡ് ചാനലും കൂടി ഉണ്ട് കേട്ടോ. അതിൽ വീഡിയോ എന്തായാലും സെറ്റാക്കും. ക്യാൻസൽ ചെയ്യുന്നു, രണ്ടാമത്തെ വട്ടം ക്യാൻസൽ ചെയ്യുന്നു, മൂന്നാമത്തെ വട്ടം ക്യാൻസൽ ചെയ്യുന്നു, 4 ക്യാൻസൽ, 5 ക്യാൻസൽ, 6 ക്യാൻസൽ, വീണ്ടും പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ്, വീണ്ടും 7. ഓളെ നിൽക്കുന്നു. നമ്മൾ ലിലിയൻ തൂറാം ഉണ്ട്. നമ്മൾ മാൾഡിനെ തന്നെ എടുക്കുന്നു. കാരണം മാൾഡിനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഇത്. അത്യാവശ്യം നല്ല കാർഡ് തന്നെയാണ് മച്ചാമാരെ. ഓൾറെഡി നമ്മുടെ ബെക്കമ്പറൊക്കെ 104 വരെ കയറുന്ന സാധനമാണ്. വീണ്ടും നമ്മൾ ബാക്ക് ഇറങ്ങി. വേറെ ആരെയും തൊടുന്നില്ല കേട്ടോ മച്ചാമാരെ, വേറെ ആരെയും തൊടുന്നില്ല. ഓക്കെ നമ്മളപ്പം വീണ്ടും മാൾഡിനെ എടുക്കുന്നു, ക്യാൻസൽ ചെയ്തതിനു ശേഷം വീണ്ടും റൊട്ടേറ്റ് ചെയ്യുന്നു, ബാക്ക് ഇറങ്ങുന്നു. ഇതേപടി ചെയ്ത് നോക്കാം കേട്ടോ ഗൈസ്. ആരും സ്റ്റെപ്പ് കളയത് ഗൈസ്. അപ്പോൾ നമ്മൾ എന്തായാലും ഇവിടെ ഫ്രീ ട്രൈ കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 12 വട്ടമെങ്കിലും റൊട്ടേറ്റ് ആയി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇവിടെ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ട്രൈ തന്നെ നമുക്ക് അടിച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ നോക്കാൻ മച്ചാമാരെ. ഫ്രീ ട്രൈ ഉണ്ട്. ഇപ്രാവശ്യം നമ്മൾ ആരും പ്രതീക്ഷിച്ചില്ല ഈ ഒരു കാർഡ് ഇപ്പം ഇറങ്ങുന്നു. സിഡോർഫ് ഉണ്ടായിരുന്നു, ലിലിയൻ തൂറാം ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ പേർക്കൊക്കെ ലിലിയൻ തൂറാമിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും മച്ചാമാരെ ഫ്രീ ട്രൈ ഉള്ളതാണ്. പിന്നെ എന്തായാലും നിങ്ങൾക്കറിയാം ഇപ്പാണെങ്കിൽ കൊനാമി ഈ ഒരു വ്യാഴാഴ്ച നമ്മുടെ അപ്ഡേറ്റ് ഉണ്ട്, മൈനർ അപ്ഡേറ്റ് ഉണ്ട്. അപ്പം അതിന് മുമ്പായിട്ട് നല്ലൊരു പാക്ക് തന്നെയാണ് ഇറക്കി വിട്ടിരിക്കുന്നത്. അപ്പോൾ മാൾഡിനെ തന്നെ കിട്ടിയത് വളരെ ഹാപ്പിയായി. അപ്പോൾ എന്തായാലും മച്ചാമാരെ ട്രൈ ചെയ്ത് നോക്കുക ഉറപ്പായിട്ട്. അതുപോലെ തന്നെ മിക്കവാറും നല്ലൊരു ക്യാമ്പയിൻ വരാനുള്ള ചാൻസ് കാണുന്നുണ്ട്. എന്താ വെച്ചാൽ ഓൾറെഡി മാച്ച് പാസ് പോവാണ്, ഡിവിഷൻ മാച്ച് ഒക്കെ റീസ്റ്റാർട്ട് ചെയ്യും, എല്ലാം ക്യാമ്പയിൻ വരും, നോമിനേറ്റിംഗ് കോൺട്രാക്ട് പോകേണ്ടത് എല്ലാം ഇപ്പോൾ ഓൾറെഡി ലിസ്റ്റ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമുക്ക് എന്തെങ്കിലും ഇവിടെ കിട്ടിയിട്ടുണ്ട് മച്ചാമാരെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ഗൈസ്.